ഇപ്പോൾ തൈക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. തൈക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ നേരത്തെ എത്തിയത്. അവിടെ വെച്ച് ആ പരിപാടിയിലേക്ക് എത്തുമ്പോഴായിരുന്നു SFIയുടെ അടുത്ത പ്രതിഷേധമുണ്ടായത്, കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. അവർ സംഭാരവുമായി എത്തിയുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പ്രതിഷേധക്കാരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നു. ഇപ്പോൾ പരിപാടിക്ക് ശേഷം ഗവർണർ അവിടെ നിന്ന് മടങ്ങിപ്പോവുകയാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചെങ്കിലും മറുപടി ഒന്നും പറയാതെ, പ്രതികരണമൊന്നും നൽകാതെ ഗവർണർ മടങ്ങിപ്പോവുകയാണ്. കൈകൂപ്പി വാഹനത്തിലിരിക്കുന്ന ഗവർണറുടെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഗവർണർക്ക് ഇപ്പോൾ കേന്ദ്ര സുരക്ഷ അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്രം Z+ CRPF സുരക്ഷയാണ്. അത് സാധാരണഗതിയിൽ VVIPകൾക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക്, കൂടാതെ ജീവന് ഭീഷണിയുള്ള നേതാക്കൾക്ക്, വ്യവസായികൾക്ക്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് അത്തരത്തിലേക്ക് സുരക്ഷ നൽകുന്നത്. ആ സുരക്ഷയാണ് ഇപ്പോൾ ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. മാസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിലേക്കാണ് ഗവർണർ തൈക്കാട് നിന്ന് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടുതൽ പ്രതിഷേധമുണ്ടാകും എന്നത് SFI സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രസേനയെ കൊണ്ടൊന്നും തങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കഴിയില്ല എന്നുള്ളതാണ് SFIയുടെ നിലപാട്. സലിം മാലിക് തുടരുന്നുണ്ട്. സലിം, ഏതായാലും തൈക്കാട് പരിപാടി അതിൽ നിന്ന് അദ്ദേഹം അവസാനിപ്പിച്ച് മാസ്കറ്റ് ഹോട്ടലിലേക്ക് പോകുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ വീണ്ടും ചോദിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പ്രതികരണമൊന്നും വേണ്ട എന്ന് അദ്ദേഹം കരുതുന്നു എന്ന് തോന്നുന്നു. ഈ ഘട്ടത്തിൽ അദ്ദേഹം മാസ്കറ്റ് ഹോട്ടലിലേക്ക് പോയി, അല്ലേ? അനുജ, മസ്കറ്റ് ഹോട്ടലിലെ പരിപാടി 5 മണിക്കാണ്. ഗവർണർ ഇപ്പോൾ ഒരുപക്ഷെ രാജ്ഭവനിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അതിനുശേഷം രാജ്ഭവനിൽ നിന്ന് പിന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെയൊക്കെ കയറിയപ്പോഴുണ്ടായ പ്രതിഷേധം ഇപ്പോഴുണ്ടായില്ല, ഈ പരിസരത്തുണ്ടായില്ല. പക്ഷേ ഗവർണർ പോകുന്ന വഴികളിലൊക്കെ SFI പ്രവർത്തകരുടെ പ്രതിഷേധമോ കരിങ്കൊടിയോ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി രണ്ട് സ്ഥലത്തു കൂടിയാണ് ഗവർണർക്ക് പോകേണ്ടത്. അതൊന്നും ഒരു പൊതുപരിപാടിയാണ് മസ്കറ്റ് ഹോട്ടലിലേത്. രാജ്ഭവനിൽ പോയ ശേഷം 5 മണിക്ക് തന്നെ ആ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് അതിനുശേഷം അവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6:15 തന്നെ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. അവിടെ നിന്നും 6:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തും. 7 മണിക്കാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗവർണറുടെ ഷെഡ്യൂൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ഗവർണർ ഇവിടെ ഈ വിഷയങ്ങൾ ഇന്ന് രാവിലെ നടന്നതുമായി ബന്ധപ്പെട്ട് നിലമേലിൽ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രതിഷേധമുണ്ടായി. SFIയുടെയും മന്ത്രിമാരുടെയും വിവിധ മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണം വന്നു. അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാം മസ്കറ്റ് ഹോട്ടലിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് ഗവർണർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ ഉറപ്പായും ഗവർണർ വലിയ വിമർശനങ്ങൾ, വലിയ സർക്കാരിനെതിരെയും SFIക്കെതിരെയുമുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ 6 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമുണ്ട്. മുഖ്യമന്ത്രിയും ഗവർണറുടെ ആ വിമർശനങ്ങൾക്ക് ഉൾപ്പെടെ മറുപടി പറയും. അങ്ങനെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാവുകയാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതിന് സമാനമായി തന്നെ അത് മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്താൻ പോകുന്നു. പോലീസിന്റെ സുരക്ഷ ഇനി വേണ്ട എന്നുള്ളത് അത് വലിയ തിരിച്ചടി ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിലെ ഈ പ്രതിഷേധത്തിന്റെ ഒക്കെ സാഹചര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് കേരള പോലീസിന്റെ സുരക്ഷ കൂട്ടിയിട്ടില്ലേ? അനുജ, അത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു ഉത്തരവ് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പോലീസിന്റെ സുരക്ഷ അത് ഇരട്ടിയിലധികമായി ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ കാണിച്ചത് ദൃശ്യങ്ങളിൽ കണ്ടതൊക്കെയാണ്. ഓരോ സ്ഥലത്തും ഗവർണർക്കായി തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ പോലീസ് സന്നാഹങ്ങളും ഒരുങ്ങുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഈ മസ്കറ്റ് ഹോട്ടൽ പരിസരത്ത് ഇതിനോടകം തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. തൈക്കാട് ഗസ്റ്റ് ഹൗസിന് മുൻപിൽ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹമായിരുന്നു. ആ പോലീസ് സന്നാഹം ഇപ്പോഴും അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ തന്നെ അത്രയധികം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാരെ നേരിടാൻ ശ്രമിച്ചത്. മാത്രമല്ല SFIയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് നടന്നു പോയവരെ പോലും, സംഭാരം കയ്യിൽ കരുതി നടന്നു പോയവരെ പോലും അറസ്റ്റ് ചെയ്യുന്നൊരു രീതി ഉണ്ടായി. അതിനുശേഷം 2 സ്ഥലത്തായി ഗവർണർക്കെതിരെ പ്രതിഷേധവും ഉണ്ടായി. ഒരിടത്ത് 2 പേർ ചേർന്ന് SFIയുടെ പതാക വീശി മുദ്രാവാക്യങ്ങൾ മുഴക്കി. മറ്റൊരിടത്ത് 5-ലധികം പേരായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പോലീസ് ജീപ്പിൽ അവർ ബലം പ്രയോഗിച്ച് കയറ്റിയതാണ്. പക്ഷേ ബലം പ്രയോഗിച്ച് കയറ്റിയിട്ട് പോലും SFI പ്രവർത്തകർ ആ ജീപ്പിനുള്ളിൽ നിന്ന് കരിങ്കൊടി കാട്ടുകയും ഒപ്പം SFI അനുകൂല മുദ്രാവാക്യങ്ങളും ഒപ്പം ഗവർണർ വിരുദ്ധ മുദ്രാവാക്യങ്ങളും മുഴക്കുകയും ചെയ്തു. ആ നിലയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്ത് നിന്ന് ഇത്രയധികം പോലീസ് സന്നാഹം ഒരുക്കിയിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ സുരക്ഷ ഇനിമേൽ വേണ്ട, അതിന് പകരം കേന്ദ്രസേന ഈ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയായിരിക്കും ഇനി കേന്ദ്രസേനയുമായി ബന്ധപ്പെട്ട ഗവർണർക്ക് ഒരുക്കുക. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇനി ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷം ഗവർണറുടെ നീക്കം എന്താണ് എന്നതുള്ള ഉൾപ്പെടെ ശ്രദ്ധേയമാണ്. കാരണം അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ നേരിൽ കാണാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ നിലവിലെ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും. എന്തായാലും ഇത് പരസ്പരം കൊണ്ടും കൊടുത്തും സർക്കാരും ഗവർണറും മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല
ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇരുവരും ഇല്ല എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ആദ്യം നിയമസഭയിൽ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഗവർണർ എത്തുമ്പോൾ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. പക്ഷേ മുഖ്യമന്ത്രി ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചെങ്കിലും ഗവർണർ മുഖ്യമന്ത്രി മൈൻഡ് ചെയ്യാതെ കടന്നു പോവുകയും പിന്നീട് ആ നയപ്രഖ്യാപന പ്രസംഗം അതിന്റെ ഏറ്റവും അവസാന ഭാഗം മാത്രം വായിച്ചു. എന്റെ സർക്കാർ എന്നൊരു വരി പോലും വായിക്കാതെ ഇത് തന്റെ സർക്കാരല്ലെന്നൊരു നിലപാടെടുത്തു. അതിനുശേഷവും CPM വലിയ നിലയിൽ ഗവർണറെ ആക്രമിക്കേണ്ട എന്നൊരു തീരുമാനം അന്നത്തെ ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ആ വേദിയിൽ വെച്ച് രണ്ടുപേരും ഏത് തരത്തിലേക്കാണ് പരസ്പരം ഗൗനിക്കാതിരുന്നത്. അതും ആദ്യം മുഖ്യമന്ത്രി കൈകൂപ്പി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഗവർണർ ഗൗനിക്കാതെ പോകുന്നു. അതിനുശേഷം പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗനിക്കാതെ ഇരിക്കുന്ന ഒരു കാഴ്ച. പിന്നീടാണ് ഇന്നിപ്പോൾ രാവിലെ നിലമേലിലുണ്ടായ അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വന്നതും.